ഭയങ്കരമായിട്ടുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും എനിക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല, കാരണം പേടിയാണ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇന്ന് ഇവൻ്റെ ജെൻഡർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. സെക്ഷൽ അബ്യൂസ് ചെയ്തു. ഈ കൂടി നിന്ന ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ, ഇവരെല്ലാം അതിനൊക്കെ, കാരണം എന്നെ ഓടിച്ചിട്ടിട്ടാണ് പിടിച്ചത്. എനിക്കത് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല, ആ ഒരു പ്രശ്നം. കാരണം ഇത് ജാതിയുണ്ട്, അവിടെ റേസിസം ഉണ്ട്. ഇപ്പോൾ ഈ കൾച്ചറിലൊന്നും നിൽക്കാത്ത ആൾക്കാർ വളരെ ഏലിനേറ്റഡ് ആയിട്ട് ഒറ്റപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുന്നുണ്ട് പല രീതിയിൽ. ഭയങ്കരമായിട്ടുള്ള തുറച്ചുനോട്ടം കൂടുതലാണ്, പ്രത്യേകിച്ച് സ്ത്രീകള് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇല്ലാതായി പോകും നമ്മൾ. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് കൾച്ചറിൽ പോകുമ്പോൾ നമുക്ക് സെക്സ് വർക്കും ബെഗ്ഗിങ് ചെയ്യേണ്ടി വരുന്നത്. ആക്ടിവിസ്റ്റ് എന്നല്ല, അവരെനിക്ക് എൻ്റെ അമ്മയെ പോലെ ആയിരുന്നു. അമ്മയാണ്, അവർക്ക് മക്കളൊന്നുമില്ല, അവർ സ്വിറ്റ്സർലൻഡിലാണ്. ഞാൻ എന്ത് ചെയ്താലും എല്ലാത്തിനും അവർ സപ്പോർട്ടായിരുന്നു. ഞാൻ കുറച്ച് നാൾ ആക്ടിവിസ്റ്റ് ആണ്, ഇപ്പം ആക്ടിവിസ്റ്റ് അല്ല കേട്ടോ. കാരണം ഈ ഓരോ തവണ നിങ്ങൾ കൊടുക്കുന്ന ട്രോമയ്ക്കും ഒരാൾ വിക്ടിം ആയിക്കൊണ്ടിരിക്കുകയാണ്, അയാളുടെ ലൈഫ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ. ഞാൻ പക്ഷേ അതിനൊക്കെ എതിരാണ്. എനിക്ക് അങ്ങനെ എതിരൊന്നല്ല, എനിക്ക് കൾച്ചർ ഭയങ്കര പ്രശ്നമാണ്. കൾച്ചർ കാരണമാണ് കൂടുതൽ മനുഷ്യരും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൾച്ചർ അപ്ഡേറ്റ് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കണം. അപ്പോൾ അതിനകത്ത് ഞാനില്ല. അതുകൊണ്ട് കമ്മ്യൂണിറ്റിക്കകത്ത് നിറയെ ഒരു പൊളിറ്റിക്സ് വർക്ക് ചെയ്ത് ഉണ്ട്. ഭയങ്കര ഒരു ഡിവിഷൻ, ഈ ഹൈറാർക്കി അവിടെ ഉണ്ട്. കാരണം ഇത് ജാതിയുണ്ട്, അവിടെ റേസിസം ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ കൾച്ചറിലൊന്നും നിൽക്കാത്ത ആൾക്കാർ വളരെ ഏലിനേറ്റഡ് ആയിട്ട് ഒറ്റപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുന്നുണ്ട് പല രീതിയിൽ. ഇപ്പോൾ അത് എനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നൊന്നും അറിയില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ബിലീഫ് സിസ്റ്റം, ഞാനൊക്കെ ഹൈറാർക്കി ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്ന ആളാണ്. അല്ലെങ്കിൽ എനിക്കൊരു ഹൈറാർക്കിയുടെ ആവശ്യമില്ല. എനിക്ക് എന്നെ ലീഡ് ചെയ്യാനും എനിക്ക് അതിനുള്ള സെൻസും ബോധമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എവിടെ പോകുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു മുംബൈയിൽ എനിക്കൊരു മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ ഇവർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം, തയ്യാറാവണം. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ ഈ വളരെ ഭയങ്കര രസകര ഫാമിലി സിസ്റ്റം തന്നെ പല രീതിയിലുണ്ടല്ലോ. പല രീതിയിലുള്ള വളരെ ഓപ്പൺ ആയിട്ട് വളരെ ഫ്രീഡം കൊടുക്കുന്ന, എന്നാൽ അത്യാവശ്യം ഗൈഡൻസ് ഒക്കെ കൊടുത്തു പോകുന്ന ഫാമിലീസ് ഉണ്ട്. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. അങ്ങനത്തെ ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. വളരെ ഡാർക്ക് ആയിട്ടുള്ള സീക്രറ്റ്സ് ഉണ്ട്. എക്സ്ട്രീം ആയിട്ടുള്ള ഈ അന്ധവിശ്വാസം ഉണ്ട് അതിനകത്ത്. അന്ധവിശ്വാസം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം. കാരണം ഇവരെല്ലാവരും ഇപ്പോൾ ഒരു തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്നൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയിട്ട് ഈ ക്രെഡിറ്റ് എല്ലാം പോകുന്ന ദൈവത്തിനോ ഇവരുടെ പ്രാർത്ഥന വേണം. ഞാൻ പറയുന്ന ഇവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനും ഒക്കെ പ്രാർത്ഥന വേണം. അതിന് പ്രാർത്ഥന നല്ലതാണ്. അത് പ്രാർത്ഥന പകുതി വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അതുപോലെ പകുതി നമ്മൾ മെഡിസിനും കൂടെ കഴിച്ചാലേ നമുക്ക് അസുഖം മാറുള്ളൂ. അതെന്ന് പറഞ്ഞിട്ട് ഇതിനും അഡിക്ഷൻ വരണമെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സൈക്കാട്രിക് മെഡിസിൻസിനോടൊന്നും വലിയ താല്പര്യം കാണിക്കാത്തത്. എൻ്റെ ഒരു ഫ്രണ്ട് 9 മാസം ക്ലോനോസെപ്പം എടുക്കാൻ പറഞ്ഞിട്ട് 3 വർഷം എടുത്തിട്ട് അത് അയാൾ അഡിക്റ്റഡ് ആയി. അയാൾക്ക് ഇപ്പം വേറെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ടാണ് ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തത്. മറ്റേ ഇതുപോലെ തന്നെ ഈ നാർക്കോട്ടിക് ഡ്രഗ് പോലെ തന്നെയൊക്കെ ഇത്. കാരണം ഈ മെഡിസിൻസ് ഒക്കെ പലതും നാർക്കോട്ടിക് ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ മനുഷ്യര്. അപ്പോൾ അഡിക്റ്റീവാണ് ഈ മെഡിസിൻസ് ഒക്കെ, ഭയങ്കര അഡിക്റ്റീവാണ്. അത് മാത്രമല്ല, ഇപ്പൊ സർജറി വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്, വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താണ് ഒരു എന്നെ സംബന്ധിച്ച് ഇപ്പൊ ട്രാൻസിൻ്റെ ഇടയിൽ പല രീതിയിൽ ഈ ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇറക്ഷൻ അല്ലെങ്കിൽ
തുറന്നു പറയുകയാണെങ്കിൽ ഇറക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഹൈ സെൻസിറ്റിവിറ്റി, ഈ പീനസ് ഷാഫ്റ്റിലൊന്നും തൊടാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ അവർക്കൊന്നും ഈ മെയിലായിട്ട് ജീവിക്കുമ്പോഴും അവർക്ക് ആ ഒരു വളരെ നോർമലായിട്ട് കിട്ടേണ്ട ശാരീരിക സുഖം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും പലരും സർജറി ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡിസ്ഫോറിയ എന്നൊക്കെ അവർ പറയും, നമ്മൾ മോഡേൺ സയൻസിൽ വിളിക്കുന്നത്. ഇപ്പോൾ ജെൻഡർ ഇൻകോൺകറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ഫോറിയ എന്ന് പറയുന്നത് മെഡിക്കലി അത് വേറെ രീതിയിൽ ആൾക്കാരെ എന്താ ഡിസോർഡർ പോലെ കാണുന്നതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയാ യൂസ് ചെയ്യുന്നത്. ഒരു സംതൃപ്തി കിട്ടാത്തതുകൊണ്ടാണോ പലരും? സംതൃപ്തി കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, ഒരു ശാരീരികമായിട്ട് നമ്മൾ കൂടുതൽ ഫെമിനിനായിട്ട് അത് സൊസൈറ്റി നമ്മളെ ഫോഴ്സും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇപ്പൊ ഞാൻ ഇപ്പോഴും മാസ്ക് വെച്ചിട്ട് നടക്കാനുള്ള റീസൺ, ഈ പല ആൾക്കാരും പല സ്ഥലത്തും പോകുമ്പോൾ ഭയങ്കരമായിട്ട് തുറച്ചു നോക്കിയിട്ടേ നമ്മുടെ ഒരു പ്രൈവസി അങ്ങോട്ട് തകർത്ത് നമ്മളെ കൂടുതൽ മാനസികമായിട്ടുള്ള സ്ട്രെസ്സിലോട്ട് കൊണ്ടെത്തിക്കും. അപ്പോൾ എനിക്ക് ഈ മാസ്ക് വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ സൈനസിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതും എനിക്കൊരു പ്രൊട്ടക്ഷൻ ആണ്. അസുഖം വന്നിട്ട് മാസ്ക് പക്ഷെ ഇതും ഒരു റീസൺ ആണ്. ഭയങ്കരമായിട്ടുള്ള തുറച്ചുനോട്ടം കൂടുതലാണ്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ എന്ന് പറയുമ്പോൾ പുരുഷന്മാർ നമുക്ക് നോക്കുന്നതിൽ അവരുടെ ഹേറ്റഡ് നമുക്ക് മനസ്സിലാക്കാം, അല്ല പൊളിറ്റിക്കലി നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ സ്ത്രീകളെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഇല്ലാതായി പോകും നമ്മൾ. അപ്പോൾ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ദേഷ്യം കാണിക്കേണ്ടി പൊതുവെ ഞാൻ റെസ്പോണ്ട് ഒന്നും ചെയ്യാത്ത ആളായിരുന്നു കുറെ കാലം. പക്ഷെ ഇപ്പൊ എന്തോ എനിക്ക് അങ്ങ് പറ്റുന്നില്ല, ചില സമയത്തൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് തന്നെ പ്രതിയാവുകയാണ്. ഇപ്പൊ എനിക്ക് ബസ്സിൽ വെച്ചിട്ട് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും എനിക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല, കാരണം പേടിയാണ്. സാധാ ഒരു ബസ്സാണ്, അപ്പോൾ ഞാൻ മാസ്ക് വെച്ചിട്ടാണല്ലോ കയറിയിരിക്കുന്നത്. ഒരാൾ എന്നെ നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് ഇയാൾ ബസ് കയറാൻ വരും, എന്നിട്ട് കയറി വന്നിട്ട് ഞാൻ എവിടെ ഇരിക്കോ അതിൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് ഇയാൾ എൻ്റെ ശരീരത്തിൽ ഇയാളുടെ ഈ വെയിനർ കൊണ്ട് തട്ടി, എന്നിട്ട് അത് ഇറക്റ്റഡായി. എനിക്ക് ഒരിക്കൽ ഒരു ഫാമിലി കയറിയപ്പോൾ ആ പുള്ളിക്കാരൻ കണ്ട് ഇയാളെ വഴക്ക് പറഞ്ഞ് ഇയാൾ ഉടനെ ഇറങ്ങിപ്പോയി. അതിനുശേഷം ഇയാളുടെ ശല്യം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ചില ആൾക്കാർ നമ്മളെ സ്ഥിരം കാണുന്ന, നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നോക്കി നമ്മൾ വാച്ച് ചെയ്ത് എന്നെ ഫോളോ ചെയ്ത് ഭയങ്കരമായിട്ട് സ്റ്റോക്കിംഗ് ഉണ്ടായിരുന്നു എനിക്കൊരു സമയത്ത്. ഞാൻ കയറുന്ന ബസ്സിൽ കയറിയിട്ട് ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ അവിടെയൊന്നും ഇല്ലാത്ത ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഓട്ടോ പിടിച്ചിട്ടാണ് വീട്ടിൽ പോണേ, ഊബർ. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒരു 1 year ഒക്കെ എനിക്ക് സ്റ്റോക്കിംഗ് നേരിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഫിയർ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇവര് വല്ല ആയുധങ്ങൾ കൊണ്ടാണ് വരുന്നത്, കുത്താനാണോ വെടിവെക്കാനാണോ. അതിന്റെ കൂടെ ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അത് പബ്ലിക് സ്പേസിലൊക്കെ ഒന്ന് നോക്കണം ഇവരുടെയൊക്കെ ഫാന്റസി എത്രത്തോളം പെർവേർട്ടഡ് ആണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എൻ്റെ കാര്യം എങ്ങനെയാണെങ്കിൽ സ്ത്രീകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ബസ്സിലൊക്കെ പോകുന്ന സ്ത്രീകളുടെ തിരക്കുള്ള ബസ്സിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകളോട് ഇവരൊക്കെ എന്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് അവർക്ക് പ്രതികരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, ആൾക്കാരുണ്ട്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പ്രതികരിച്ചാൽ പറയും ഞാൻ വിളിച്ച് വരുത്തിയതാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് അവസരം കൊടുത്തു, നീയൊക്കെ ട്രാൻസ് അല്ലേ, നീയൊക്കെ എത്രത്തോളം പോകുന്നൊക്കെ നമുക്കറിയാം, അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. അത്രേ ഉള്ളൂ. അതുപോലെ ഈ ഭിക്ഷാടന മാഫിയ വലിയ മീൻസ് നമ്മളിപ്പോൾ മൈസൂരിലേക്കും എവിടേക്കൊക്കെ പോയിട്ട് അവിടെ കൊണ്ടുവന്ന് ഈ ഭിക്ഷാടന മാഫിയ മീൻസ് അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻസ് കമ്പൽ ചെയ്തിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ, ഫോഴ്സ്ഡ് ആയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ ഈ കൾച്ചറിനകത്ത് നടക്കുന്നുണ്ട് അത്. കാരണം അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് കൾച്ചറിൽ പോകുമ്പോൾ നമുക്ക് സെക്സ് വർക്കും ബെഗിങ് ചെയ്യേണ്ടി വരുന്നത്. അതിൽ ജാതീയതയുണ്ട്, വംശീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ട്രാൻസിനോടും നിരന്തരമായി ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ജോലി കിട്ടാത്ത അവസ്ഥയൊക്കെ. കാരണം പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞതിന്റെ കുറേ പ്രശ്നങ്ങൾ നമ്മളെ ഇപ്പോൾ ഒരാൾക്ക് സെൽഫ് എസ്റ്റീം ആവാൻ പറ്റും, ഒരാൾക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടാവും ലൈഫിൽ. നമ്മൾ പോണ സമയത്ത് റെസ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ പറയുന്നത്
ഇപ്പോൾ സിസ് ആയിട്ടുള്ള ആൾക്കാരിൽ ക്രൈം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിസ്റ്റൻഡേഴ്സിനൊക്കെ വെറുക്കല്ലല്ലോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് ഇപ്പോൾ ക്രൈം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നിയമത്തിന് മുന്നേ കൊണ്ടുവരണം, അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ശിക്ഷ എന്ന് പറയുന്ന ഇന്ത്യൻ ശിക്ഷയുടെ ഒരു ഐഡിയ തന്നെ ഇവര് മാനസാന്തരപ്പെട്ടിട്ട് തിരിച്ചു വരണം എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ അങ്ങനത്തെ ഇപ്പൊ അതൊക്കെ മാറി കേട്ടോ. ഇപ്പൊ ആരെങ്കിലും സമൂഹത്തിന് ഫിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് അയാൾ തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ ഇപ്പൊ ആ ഐഡിയ മാറി. ഇപ്പൊ ഈ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൊല്ലാനാണ് പറയുന്നത്. അതും അങ്ങനെ വരുന്നുണ്ട്. ഇതിനൊക്കെ ഈ പോപ്പ് എതിരായിരുന്നു. ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന പോപ്പ് ഇതിനൊക്കെ എതിരായിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ അതിന്റെ ഒരു ഗ്രാവിറ്റി ഭയങ്കരമായി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ അവര് ആജീവനാന്ത ജയിലിൽ പരോള് പോലും കൊടുക്കാൻ അല്ലാതെ വേറെ വഴിയില്ല. പിന്നെ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന ആൾക്കാർ അവരെയൊക്കെ അതിലൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലെ എനിക്ക് അതിനൊന്നും മറുപടിയില്ല. കാരണം എനിക്ക് അറിയാത്ത ഒരു കാര്യമാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ തവണ ഒരു മനുഷ്യനോട് ഒന്ന് വോയിസ് കൂട്ടി സംസാരിക്കുമ്പോൾ പോലും അതിൽ സ്കേഡായിട്ട് അതിൻ്റെ ട്രോമ കാരണം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. അവരനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കും പോലെ ഒന്നല്ല. ഇവർ ഈ PTSD പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇത് എനിക്ക് 6 മാസം 1.5 വർഷം ഇപ്പോൾ 2.25 വർഷത്തിന് ശേഷം എനിക്കൊരു ഹിറ്റ് ഉണ്ടായി. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കാര്യം, അതിന് മുന്നേ ഒരു മാസം മുന്നേ വിഷാദം വരും. പിന്നെ നമ്മൾ ഒന്നിനോട് ഒരു താല്പര്യം കാണില്ല. മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ഈ ന്യൂ ജനറേഷൻ പറയുന്നത് പോലെ ഇന്ന് മൂഡ് സ്വിങ്സ് എന്നിട്ട് നാളെ ശരിയാവുന്നതല്ല മൂഡ് സ്വിങ്സ്. മാസങ്ങളോളം ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഈ ചെയ്യണ കാര്യത്തിൽ ഒരു പുസ്തകം എഴുതി തുടങ്ങി ഞാൻ. 1.5 മാസം എഴുതി കഴിഞ്ഞിട്ട് അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷാദം ഉണ്ടായി. മൂഡ് സ്വിങ്സ് പോയി. 6 മാസത്തോളം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് സ്റ്റോപ്പായി. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇതൊരു അൺഫിറ്റാണ്, നമുക്ക് ജോലിക്കൊക്കെ ഒരു പറ്റില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. അപ്പോൾ ശരിക്കും നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒക്കെ കോൺസെപ്റ്റാണ്, ജോലിക്ക് മാത്രമല്ല, മൊത്തത്തിൽ അവരുടെ ഒരു സെന്റിമെന്റ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതെ, കാരണം ഈ ഓരോ തവണ നിങ്ങൾ കൊടുക്കുന്ന ട്രോമയ്ക്കും ഒരാൾ വിക്ടിം ആയിക്കൊണ്ടിരിക്കുകയാണ്, അയാളുടെ ലൈഫ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഭയങ്കര കാര്യമായിട്ട് ഒരു രോഗമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, അവരുടെ സെൽഫ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിനപ്പുറം ഈ ആൾക്കാർ മനസ്സിലാക്കണം, നമ്മൾ ഒരാളോട് ഉറക്കെ ഒരു വോയിസ് കൂട്ടി സംസാരിക്കുമ്പോൾ പോലെ ആൾക്കാർക്ക് ട്രോമ ഉണ്ടാവുന്നു ഇന്നത്തെ കാലത്ത്. കാരണം ആൾക്കാർ ഇപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ലൈഫ്, ഈസി ആയിട്ട് കാര്യങ്ങൾ കിട്ടുമ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ഈസി ആവുകയാണ്. ഈസി ആകുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് ആൾക്കാരെ ഭയങ്കരമായിട്ട് ബാധിക്കും, ഭയങ്കര ഷാറ്റേഡ് ചെയ്യും ആൾക്കാരെ, അവരുടെ ലൈഫിനെ. ഞാൻ 1-2 കുറച്ച് വേർഡ്സ് പറയാം. അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പം അല്ലെങ്കിൽ ആരെങ്കിലും ഫേസ് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ആണോ ഓർമ്മ? ഇവന്റ് ജസ്റ്റ് ഒരു സ്നേഹം, നമ്മൾ അങ്ങനൊരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം അമ്മയോളം അത്ര ഡീപ്പായി സ്നേഹിച്ച മറ്റാരും ഇല്ല ലൈഫിലുണ്ടായിട്ടില്ല. അതിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഒരുപാട് സ്നേഹിക്കുമ്പോൾ ഒരുപാട് പോസസീവ് ആവും, അതിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ എനിക്ക് അമ്മയോട് വേറെ ആരും എന്നെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, അമ്മയോളം തുല്യമായിട്ട് ഫ്രണ്ട്സോ മറ്റേ ആരും? ചിലപ്പോൾ ദൈവം സ്നേഹിച്ചിട്ടുണ്ടാവും, ദൈവത്തിന് സ്നേഹമുണ്ട്, അമ്മയും ദൈവമായിരിക്കാം. നമുക്ക് നല്ല എക്സ്ട്രീം ആങ്കർ തോന്നുന്ന, വളരെ ദേഷ്യം തോന്നുന്ന, ദേഷ്യം എന്ന് വാക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ആരോടും ദേഷ്യമൊന്നുമില്ല വലുതായിട്ട്. ഇപ്പോൾ ഈ നമ്മളോട് എന്നോട് ഭയങ്കരമായിട്ട് ഹെയ്റ്റഡ് ഉള്ള ആൾക്കാരോടും ആ സമയത്ത് നമുക്കൊരു ഇത് അത് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്നെ നോക്കി പരിഹസിക്കുകയോ കളിയാക്കുകയോ അല്ലെങ്കിൽ എനിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രൂക്ഷമായിട്ടൊക്കെ രീതിയിൽ എന്നെ സ്ലട്ട് ഷെയ്മിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ
ഈവൻ ഒരു മൊമെന്റിൽ മാത്രം മൊമെന്ററിയാണ് മൊമെന്റിൽ തോന്നുന്ന അത് ദേഷ്യമല്ല, അത് അവരോടൊക്കെ ഒരു സഹതാപമാണ് തോന്നിയിട്ടുള്ളത്. അപ്പോഴുള്ള പ്രതികരണം മാത്രം. ആരോട് ദേഷ്യമൊന്നുമില്ല, കാരണം ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഒരു സമയത്തുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്നിട്ട് നല്ല അടിയൊക്കെ കൊടുക്കുക, പക്ഷെ അടിച്ചിട്ട് ആരും നന്നാവൂല. അവർക്ക് ഇങ്ങോട്ട് കൂടുതൽ അത് ചെയ്യാനേ തോന്നുള്ളൂ. ഇപ്പൊ ഒരാൾ എന്നെ തെറി വിളിച്ചു, ഞാൻ തിരിച്ച് 10 തെറി വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും രക്ഷപ്പെടൂല. അയാൾ കൂടുതലും ആ വിഷയത്തിൽ കൂടുതൽ അയാളുടെ ഹേറ്റഡ് കൂടി വരുന്നല്ലാതെ അതിനേക്കാളും സൈലന്റ് ആയിട്ടിരിക്കുക ഒന്നില്, അല്ലെങ്കിൽ മാറിപ്പോവുക. ഞാൻ ചെയ്യുന്നത് മാറിപ്പോവും, ഞാൻ മാറിക്കൊടുക്കും. ജനാധിപത്യത്തെ കുറിച്ച് ഭയങ്കര വലിയ സങ്കല്പമൊക്കെയാണ് മനസ്സിലായത്. ജനാധിപത്യത്തെ ഡെമോക്രസിയെ കുറിച്ച്. അതെ, പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കൊല്ലാൻ വേണ്ടിയിട്ടാണ് പറയുകയാണെങ്കിൽ കൊന്നിട്ടേ പോവുള്ളൂ, അതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഐഡിയ ഫുള്ള് ഈ ബൈബിളിലൊരു വാക്യമുണ്ട്, സ്നേഹം വിശ്വാസം പിന്നെ ഒരു വാക്കും കൂടെ, ഇത് മൂന്നും, സ്നേഹം, ലവ്, ഇത് വിശ്വാസം, ഒരു വാക്കും കൂടെയുണ്ട്, 3 വാക്ക്. ഈ മാർക്കോസിൽ എന്താണ് അത് ഉള്ളത്? കരുണയാണെന്ന് തോന്നുന്നു, സ്നേഹം, വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, ദയ, അങ്ങനെ എന്തോ ആണ്. 3 വാക്ക് നിലനിൽക്കുന്നു, ഇത് 3 നിലനിൽക്കും. അതിലെ ഏറ്റവും ശ്രേഷ്ഠമായത് സ്നേഹമാണ്. ക്രിസ്റ്റോഫ് കെസ്ലോസ്കി എന്ന് പറഞ്ഞിട്ടൊരു പോളിഷ് ഫിലിം മേക്കറുണ്ട്. പുള്ളിയുടെ ഒരു ട്രിലോജി ഉണ്ട്, 3 കളേഴ്സ് എന്ന് പറഞ്ഞിട്ട്. 3 കളേഴ്സ് ബ്ലൂ, വൈറ്റ്, റെഡ്. അതിൽ 3 കളേഴ്സ് ബ്ലൂവിൽ ഈ സ്നേഹത്തെക്കുറിച്ചാണ്, ഒരു വൈഫ് ഹസ്ബൻഡിനെ നഷ്ടപ്പെടുന്നതും ഈ ഒരു ഐഡിയയിലാണ് ആ സിനിമ പറഞ്ഞു വെച്ചേക്കുന്നത്. അതിൽ ലാസ്റ്റ് കാണിക്കുന്നതും ഈ ബൈബിൾ വേർഡ്സ് ആണ്. പുള്ളിയുടെ സിനിമകളെല്ലാം ഈ ബൈബിളിലെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ്. പുള്ളി പ്രേമത്തെക്കുറിച്ച്, ഒരു 19 വയസ്സുകാരൻ്റെ പ്രണയത്തെക്കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വയലൻസിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര രസമുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ എൻ്റെ ബേസിക് ഐഡിയ ഒരു മനുഷ്യരോടും ഹെയ്റ്റ്രഡ് നമുക്ക് ഉണ്ടാവും, ദേഷ്യമൊക്കെ തോന്നും, അത് കുറച്ച് സമയം കഴിഞ്ഞാൽ മാറും. ഒരു ബ്രദർലി അഫെക്ഷൻ, ബ്രദർ എന്ന് കേൾക്കുമ്പോൾ ആരെ ഓർമ്മ വരുന്നു? സ്വന്തം ബ്രദർ? എനിക്ക് ചേച്ചിയാണുള്ളത്. ബ്രദർലി അത്രയ്ക്ക് ബ്രദർലി ആയിട്ടുള്ള ആൾക്കാരൊന്നും. ഒരു ഫാമിലിക്ക് പുറത്ത് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ബ്രദർലി അഫെക്ഷൻ ഒന്നുമില്ല. ഫ്രണ്ടാണ്, എനിക്ക് എന്തും തുറന്ന് പറയാം. ഫ്രണ്ട്സ് അങ്ങനെ ഒരു 3 പേരുണ്ട്. പ്രണയം? ഇപ്പൊ എനിക്കൊരാളോട് സ്നേഹമുണ്ട്. അയാള് ഐഡന്റിറ്റി ഒന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ ഒരു ഇവിടെ അടുത്ത് തന്നെ, അടുത്തുള്ള ഒരാളാണ്. അല്ല, ഒരു ഫാമിലിയൊക്കെ ഉള്ള, ഫാമിലി മീൻസ് അച്ഛനും അമ്മ അനിയത്തിയുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ ഭയങ്കര പ്രേമമുള്ള ഒരാളാണ്, ഒരുപാട് പ്രേമമുള്ള ഒരാളാണ്. അല്ല, അയാൾ തന്നെ ഒരു വലിയൊരു പ്രേമത്തിന്റെ രോഗിയാണ്. അങ്ങനെ ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ഭയാനകമായൊരു ദിവസം, പേടിപ്പിക്കുന്ന ഒരു ദിവസം, അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഏത് ദിവസം? അതുണ്ട്. അതെനിക്ക് അത് ഒരു ദിവസമല്ല, പല ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ട്രോമകൾ പിന്നീട് ആയിട്ടുണ്ട്. ഒരിക്കൽ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്. ഞാൻ മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ എന്തോ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. പണ്ട് ഞാൻ 7ാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് കാണും, ക്രിക്കറ്റ് കളിക്കും. ആ സമയത്ത് അറിയാലോ, ഈ കോട്നി വാഷും ആംബ്രോസും ഹാൻസി ക്രോണിയും അവരൊക്കെ നിറഞ്ഞ് നിന്ന സമയത്താണ് ഞാൻ ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ക്രിക്കറ്റ് എന്ന് തന്നെ എൻ്റെ ജീവനായിരുന്നു. ഈ 2003 വേൾഡ് കപ്പിൽ സച്ചിനൊക്കെ ഔട്ടാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കറിയായിരുന്നു അവിടെ. ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ പോയിട്ടാണ് ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ക്രിക്കറ്റ് ഒരിക്കൽ ഞാനാണ് എല്ലാവരെയും ക്രിക്കറ്റ് കളിക്കാനൊക്കെ വിളിക്കുന്നത് അവിടെ നാട്ടിൽ. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഞങ്ങളെക്കാളും അത്യാവശ്യം പ്രായമുള്ള ഏജ് ഗ്രൂപ്പുള്ള ഒരാൾ, 24 വയസ്സൊക്കെ ഉണ്ടാവും അയാൾക്കാന്ന്. ഇയാൾ വന്നിട്ട് എന്നെ എപ്പോഴും നിരന്തരം കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്.
പെണ്ണെന്നൊക്കെ വിളിച്ചിട്ട് പെണ്ണാണ് ഞാൻ പെണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ വന്നിട്ട് എന്നെ ഇങ്ങനെ ഓരോ വെർബൽ അബ്യൂസൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടില്ല ക്രിക്കറ്റ് തീരാറായപ്പോൾ ഇയാൾ പറഞ്ഞു ഇന്ന് ഇവൻ്റെ ജെൻഡർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, ഇത് ആണാണോ പെണ്ണാണെന്നൊന്നും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു, സെക്ഷൽ അബ്യൂസ് ചെയ്തു. ഈ കൂടി നിന്ന ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ, ഇവരെല്ലാം അതിനൊക്കെ ഒരു ഓപ്പൺ സപ്പോർട്ട് കൊടുത്തു. അത് വളരെ നോർമലാണ്, ഈ കാര്യം വളരെ നോർമലാണ്. ഞാൻ അന്ന് നേരിട്ടത് ആൾക്കൂട്ട വിചാരണ, സെക്ഷൽ അബ്യൂസ്, എക്സ്ട്രീമായിട്ടുള്ള ഫിസിക്കൽ അബ്യൂസ്. കാരണം എന്നെ ഓടിച്ചിട്ടിട്ടാണ് പിടിച്ചത്. ഞാൻ ഇവരിന്ന് കുതിര മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്നെ ഒരാൾ ഓടിക്കും, എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നിന്നിട്ട് അങ്ങനെ ആ രീതിയിലായിരുന്നു. എനിക്കത് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല, ആ ഒരു പ്രശ്നം. അതിനുശേഷം ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല ഇത്, കാരണം നമുക്കിത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നും അല്ല അവിടെ. കാരണം നമ്മൾ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വീട്ടുകാരെ ഫേസ് ചെയ്യുന്നുണ്ട്. അവർ സാധാരണക്കാരാണ്, കൂലി ജോലിക്കൊക്കെ പോയിട്ട് നമ്മളെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യമല്ലേ. അവരുടെ വലിയ പ്രശ്നത്തിലാണ് അവരും. അപ്പോൾ എനിക്കത് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ക്രിക്കറ്റ് കളിക്കാൻ തോന്നിയിട്ടില്ല? ഇല്ല, പോയിട്ടുമില്ല. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഐസൊലേറ്റ് ചെയ്തു എന്നെ തന്നെ. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ, ആൾക്കാരുടെ ഇടയിൽ പോവാതെ, പ്രത്യേകിച്ച് ഈ ആണുങ്ങളുടെ കൂട്ടങ്ങളിലോട്ടൊന്നും പോവാതിരിക്കുക എന്നുള്ളൊരു സെൽഫായിട്ടുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തു. അന്ന് ട്രോമയെ അതിജീവിച്ചത്? ഇപ്പോഴും അതിജീവിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഉറക്കത്തിൽ ഞാൻ അതൊരു വൃത്തികെട്ട മനുഷ്യരുടെ സ്വപ്നം കാണാറുണ്ട്. ഇത് സ്വപ്നം കാണുന്ന പല രീതിയിലായിരിക്കും. പല മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള മനുഷ്യരെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ PTSD ഒക്കെ ഉത്ഭവ കേന്ദ്രമായിരുന്നു അത്. പിന്നീട് ഈ എപ്പോഴും ഇത് പിന്നെ പലപ്പോഴായിട്ട് ട്രിഗർ ചെയ്യും. പിന്നെ അതിനുശേഷം സ്വപ്നത്തിൽ ഉറക്കം നിലവിളിച്ച് കരയും. എൻ്റെ ഒരു PTSD ഹിറ്റിൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. ഞാനൊരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ, ഒരു 2022 കിടന്നുറങ്ങുമ്പോൾ ഞാൻ എണീറ്റ് ഞാൻ നോക്കുമ്പോൾ ഒരാൾ എൻ്റെ ജനലിൽ വന്നിട്ട് എന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അയാൾക്ക് ഫുൾ തലമുടി, മീശ, താടിയൊക്കെ വൈറ്റ് കളറാണ്. ഒരു ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു മനുഷ്യൻ എന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് കാണുകയാണ്. ഞാൻ ഉറങ്ങിയിട്ടല്ല, എൻ്റെ നേക്കഡായിട്ടുള്ള ഐസിൽ വളരെ കോൺഷ്യസ് ആയിട്ട് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കാണുകയാണ്. രാത്രി ഒരു 11-12 മണിയാവും. ഞാൻ ചാടി എണീറ്റിട്ട് ഇങ്ങനെ കുറേ നേരം ഇയാളെ നോക്കി. എന്നിട്ട് ഞാൻ ഓടി വന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അവിടെ ഒരാൾ എന്നെ ഒന്ന് തുറിച്ച് നോക്കുന്നുണ്ട്, അമ്മ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അമ്മ ഒന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. എനിക്ക് തോന്നുന്നതാണ് ഹാലുസിനേഷൻ പോലെ. എന്നിട്ട് അമ്മ തിരിച്ച് പോയി കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ ഒരു രൂപം വന്നു. ഞാൻ ജനൽ അടിച്ച് പൊട്ടിച്ചു എൻ്റെ കൈ കൊണ്ട്. ആ ഒരു പെട്ടെന്നുള്ള റെസ്പോൺസ് ആയിരുന്നു അത്. എന്നിട്ട് എൻ്റെ കൈയൊക്കെ ബ്ലീഡായി, ഒരുപാട് ബ്ലഡ് പോയി. പിന്നെ അമ്മ സൗണ്ട് കേട്ടിട്ടുണ്ട്. അമ്മ നിയമത്തിന് മുന്നിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇയാളെ കൊണ്ടുവരണമെന്ന്? ഇല്ല, അയാൾ മരിച്ചുപോയി. അയാൾക്ക് 1 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു ഹാർട്ട് അറ്റാക്ക് എന്ന് തോന്നിട്ട്. ഇയാളുടെ ഫാമിലി ശിഥിലമായിപ്പോയി. അതാണ് ഞാൻ കർമ്മയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും അത് കാരണം കിട്ടുമെന്നോ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അയാളുടെ ഫാമിലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. അത് അവിടെ ആ നാട്ടിലുള്ള പലർക്കും അതൊരു പേടിയുണ്ട്. എന്നോട് ഇപ്പം അധികം ഉടക്കാറൊന്നുമില്ല. പലർക്കും പേടിയുണ്ട്. തീർച്ചയായിട്ടും ഇത് ഉൾപ്പെടെ ചേർത്ത് ഒരു സിനിമ നല്ല രീതിയിൽ പുറത്തു വരാനായിട്ട്. അതെ, ഈ PTSD അതാണ് എൻ്റെ ഫസ്റ്റ് ഒരു പ്രോജക്റ്റായിട്ട് ഞാൻ, കാരണം എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ്. ഞാൻ എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതെനിക്ക് കാണിക്കണമെന്നാണ് ഉള്ളത്. ഹീറോയായിട്ട് ഒരു ഹീറോ എന്ന് കേൾക്കുമ്പോൾ റിയൽ ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിലും ഒരു ഹീറോ എന്ന് കേൾക്കുമ്പോൾ ആരെയാണോ? ബാറ്റ്മാൻ. അതെ. റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അംബേദ്കർ ഹീറോ ആണല്ലോ. അതെ, തീർച്ചയായും. അംബേദ്കർ, മാർക്സ്, ജീസസ്. അല്ല, നമ്മളുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ ഒരു ഫേസ് ഓർമ്മ വരാൻ എൻ്റെ എക്സ് ബോയ്ഫ്രണ്ട്. അതെ, കാരണം എന്നെ എല്ലാവരും ഉപേക്ഷിച്ച സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ, ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. 2016 ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്.
ഞങ്ങളുടെ ജീവിതം തന്നെ ഈ യാത്രകളായിരുന്നു. അതും ഭയങ്കര വലിയ ട്രാവലിംഗ് ഒന്നുമല്ല. ബസ്സിൽ കയറും, എന്നിട്ട് ഞങ്ങൾ പോവും, എന്നിട്ട് എവിടെയെങ്കിലും ഇറങ്ങും, പിന്നെ യാത്ര ചെയ്യും, ട്രെയിനിൽ കയറും, ലോക്കൽ ട്രെയിനിൽ കയറും. എനിക്കൊരു സാധാരണ ലൈഫിനെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള അതെ, കാരണം ഞങ്ങളുടെ പേരുടെ കയ്യിലും പൈസ ഇല്ല. അപ്പോൾ അതേ ഉള്ളൂ. നല്ലൊരു നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ്. അതെ. എന്നിട്ട് ട്രാവൽ ചെയ്യും. എനിക്ക് ഒരുപാട് നല്ല മൊമെന്റ്സ് ഒക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അവൻ ഇപ്പോഴും ഞങ്ങള് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്. അല്ല, വളരെ നല്ല. അത്തരം സൗഹൃദങ്ങളെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം അത്രയും വളരെ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവൻ തൃശ്ശൂർ ചങ്ങരംകുളം അവിടെയാണ്, തൃശ്ശൂർ മലപ്പുറം ബോർഡർ. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ നാട് കാണണം. അവൻ്റെ വലിയ ആഗ്രഹമാണ്, ഡ്രീമാണ്. പിന്നെ എന്തുകൊണ്ടത് ചിലപ്പോൾ ഒരു മ്യൂച്വൽ ഇതിന്റെ പുറത്താണോ നിങ്ങൾ രണ്ടുപേരും? അതെ അതെ, ഞങ്ങളുടെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടായി. എനിക്ക് ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. എന്നിട്ട് എൻ്റെ കൂടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്തു അവൻ കുറേ നാൾ. എന്നിട്ട് പിന്നെ ഒരു ഇതായി, അത് പല രീതിയിലുള്ള ഞാൻ ഭയങ്കര പോസസീവാണ്. അതുപോലെ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാരണം അതാണ് മെയിൻ റീസൺ. കുറച്ച് പോസസീവ്നെസ്. അതെ, ഇപ്പൊ ഇല്ല. ഇപ്പൊ അത് 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 ലേണിംഗ് ഒന്നുമല്ല, അത് ആ എക്സ്പീരിയൻസ് കിട്ടിയപ്പോഴേ മനസ്സിലായി, ഓക്കെ ഇത് അങ്ങനെയല്ല ലീഡ് ചെയ്യേണ്ടത്, ഇത് കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അതൊരു ഭംഗിയുള്ള അനുഭവമായിട്ട് ഇപ്പോഴും. അതെ അതെ, അത് ഒരിക്കലും ലൈഫിലെ ഏറ്റവും നല്ല ഒരു സമയമായിരുന്നു, ഫേസ് ആയിരുന്നു അത്. ദൈവം എന്ന് നമുക്ക് വരുമ്പോഴത്തേക്ക് റിയൽ ലൈഫിൽ നമ്മൾ ദൈവമായിട്ട് റിയൽ ലൈഫിൽ ദൈവം പോലെ അത്ര വളരെ പ്യുവറായിട്ട് നമ്മൾ അടുത്ത അങ്ങനെയല്ല. ചെകുത്താൻ നമുക്ക് നേരത്തെ പറഞ്ഞ കക്ഷി തന്നെ പുള്ളിയെ വെക്കാം. ഇനി പെട്ടെന്ന് ഒരു മണ്ടൻ എന്ന് നമ്മൾ മണ്ടൻ അല്ലെങ്കിൽ മണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും മണ്ടത്തരം കാണിച്ച് നമ്മൾ എപ്പോഴും ചിരിപ്പിച്ചോണ്ടിരിക്കുന്ന എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, കൂടെ പഠിച്ച ആണ്. ഇപ്പോഴും ക്ലോസ് കോണ്ടാക്ട് ഉണ്ട്. ക്ലോസ് കോണ്ടാക്ട് ഉണ്ട്. എന്താണ് പക്ഷേ ചെറിയ തമാശകൾ കാണിക്കും, പറയും, ചെയ്യണതെല്ലാം അബദ്ധങ്ങളാ അവള് ലൈഫില് പറയണതും ചെയ്യണതും ഒക്കെ. പെട്ടെന്ന് ഇത് ഡിസിഷൻ എടുക്കും, എന്നിട്ട് അത് വലിയ അബദ്ധങ്ങൾ പോയി ചാടും, എന്നിട്ട് നമ്മളെ വിളിച്ച് പറയും. എനിക്ക് ചിലപ്പോഴൊക്കെ സിമ്പതി തോന്നും. നമുക്ക് കെയർ അത് ഒരു ഫ്രണ്ട് ഉണ്ട്. പിന്നെ ഒരാളെ ഞാൻ വിട്ടു കേട്ടോ. എനിക്ക് ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് എനിക്കൊരു ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്. ആക്ടിവിസ്റ്റ് എന്നല്ല, അവരെനിക്ക് എൻ്റെ അമ്മയെ പോലെ ആയിരുന്നു. അമ്മയാണ്, അവർക്ക് മക്കളൊന്നുമില്ല, അവർ സ്വിറ്റ്സർലൻഡിലാണ്. അപ്പോൾ അവർ സൗത്ത് ഇറ്റലിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് സെറ്റിൽഡായി. അവരുടെ ഹസ്ബൻഡ് അവിടെയാണ്, സോണിയ എന്നാണ് പേര്. അപ്പോൾ ഈ 2023 വരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്താലും എല്ലാത്തിനും അവർ സപ്പോർട്ടായിരുന്നു. ഞാൻ കുറച്ച് നാൾ ആക്ടിവിസ്റ്റ് ആണ്, ഇപ്പം ആക്ടിവിസ്റ്റ് അല്ല കേട്ടോ. ആ നേരത്തെ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം 2020 ഞാൻ അത് വിട്ടു. ഞാൻ മടുത്തിട്ട് വിട്ടതാണ്. ചെയ്യുന്നതെല്ലാം ആക്ടിവിസം ആണല്ലോ. ഇതൊക്കെ ആക്ടിവിസം ആണ്. കാരണം ആക്ടിവിസം നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതെ അതെ. അപ്പോൾ ഞാൻ അങ്ങനെ ഇവരുടെ സപ്പോർട്ടോടെ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര വൈഡായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ ചെന്നൈ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവരെന്നെ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ഇവരെന്നെ പരിചയപ്പെടുന്നത്. അതിന് വലിയൊരു സ്റ്റോറിയാണ്. ഞാൻ ഈ വീട്ടുകാർ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നിന്ന് അകന്ന് തൃശ്ശൂർ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കായിരുന്നു ഒരു 6-7 മാസം. എന്നിട്ട് ഞാൻ പിന്നെ പോണ്ടിശ്ശേരിയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവിടെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എവിടെയെങ്കിലും ജോലിയൊക്കെ സെറ്റിലായി അവിടെ നിൽക്കാമെന്നാണ് ഞാൻ വിചാരിച്ച് അങ്ങനെ പോവാണ്. പോണ ദിവസം എൻ്റെ പേഴ്സ്, ഒരു 6000 റുപ്പീസ്, എൻ്റെ ഫോണ് എല്ലാം ഒരു ഓട്ടോക്കാർ അടിച്ചോണ്ട് പോയി. ഫോണല്ല, ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ പേഴ്സ്, ബാഗ്, എൻ്റെ കൊട, 6000 റുപ്പീസ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രാവലിങ്ങിലുള്ള പൈസ. ഇതെല്ലാം എൻ്റെ നിന്ന് പോയി. ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഒരു ലൈവ് ഇട്ടു. ആ ലൈവിൻ്റെ ഇടയിൽ പോലും ആൾക്കാർ വന്നിട്ട് എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു. ആലോചിച്ച് നോക്ക്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ആൾക്കാർ വന്നിട്ട് തമാശ കളിയാക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട്. മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഒരു രണ്ട് ട്രാൻസ് ടീം സൗഹൃദത്തിലോ പ്രണയത്തിലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
കോഴിക്കളി അത് ഇത് എന്നൊക്കെയാണ് പറയുന്നത്. പറയുന്ന ആ ഒരു രീതിയാണ് വളരെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. അതെ. അപ്പൊ ഈ ഒട്ടും സിവിലൈസ്ഡ് അല്ല ഇവരൊന്നും. എന്നിട്ട് ഞാനിത് തൃശ്ശൂർ ടൗണില് ആ സാഹിത്യ അക്കാദമിയുടെ ഞാൻ ഭയങ്കര ബ്രോക്കൺ ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ എന്നെ കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മുസ്ലിം യൂറോപ്യൻ ഉണ്ട്, ഒരു യൂറോപ്യൻ മുസ്ലിം. ഇയാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ നിരന്തരം എൻ്റെ എഴുത്തുകൾ വായിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഇയാള് എൻ്റെ ഈ ലൈവ് ആണെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഇയാൾ പറഞ്ഞു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരെന്നെ കോണ്ടാക്ട് ചെയ്തത്. ഇവരെനിക്ക് മെസ്സേജ് അയക്കുമ്പോഴൊന്നും എനിക്ക് ട്രസ്റ്റ് ഒന്നുമില്ല ഇവരെ, കാരണം അറിയില്ലല്ലോ നമ്മളടുത്ത് വരുന്നതെല്ലാം ഈ കള്ളത്തിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ട്രസ്റ്റ് ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇവര് ഭയങ്കര എക്സ്ട്രീം ജെനുവൻ ആയിരുന്നു. പിന്നെ ഡെയിലി എന്നെ വീഡിയോ കോൾ ചെയ്യും, പിന്നെ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു 70% അവരുടെ എഫേർട്ടും അവരുടെ ഡെഡിക്കേഷനും അവർ കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ. അപ്പോൾ എൻ്റെ ഗോഡായിട്ടൊക്കെ കാണാം. അതുപോലെ അവരെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് എപ്പോഴും. കഴിഞ്ഞ വർഷം എന്നെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടിരുന്നായിരുന്നു. പിന്നെ അമ്മയൊക്കെ മരിച്ചു പോയിട്ട് ഒരു പ്രശ്നത്തിലായിരുന്നു അവർ. എന്നിട്ട് ഇവർ ഒരു 2019 അവരുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അഡോപ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ശരിക്കും അതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി അച്ഛനും അമ്മയും ഉണ്ടല്ലോ. അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ ഉപേക്ഷിക്കേണ്ടി വരും, ഇവരായിട്ടുള്ള എല്ലാ. അങ്ങനെയുണ്ടോ? നിയമപരമായിട്ട് അവരുടെ നിയമമൊക്കെ വെച്ചിട്ട്. എന്നിട്ട് ഇപ്പോഴും അവര് ലാസ്റ്റ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തരുമെന്ന് ചോദിച്ചു. എന്ത് വേണമെങ്കിലും ചെയ്തു തരും എനിക്ക് ലാസ്റ്റ് ആയിട്ട് അവര് ഈസിലി അങ്ങോട്ട്. ഞാൻ അതാണ് ഈ കോഴ്സൊക്കെ പഠിച്ചിട്ട് എനിക്ക് പക്ഷെ ഒരു 1 year വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരതൊക്കെ ചെയ്തു തരും. പിന്നെ അവർക്ക് ഞാൻ അവിടെ പോയിട്ട് ജോലി ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. കാരണം അവിടെ ഭയങ്കരമായിട്ട് റേസിസം, അതുപോലെ ഭയങ്കരമായിട്ടുള്ള വേജിൻ്റെ പ്രശ്നമൊക്കെ ട്രാൻസിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അത് അത്രയ്ക്കും വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. പിന്നെ അവരെനിക്കൊരു 1.5 വർഷത്തെ എന്തോ ഒരു വിസ ഉണ്ട് അവിടെ, അതെനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് ഒരു ഓൺട്രപ്രണറായി വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്തു. അതെ തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വളരെ സ്പെഷ്യലാണ്. അവര് ദാദായിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരി. അല്ല ദാദായിസ്, അത് ഈ യൂറോപ്യൻസിന്റെ ഇടയിൽ ഭയങ്കര പ്രബലമാണ്. ഗൂഗിൾ ചെയ്താൽ അതൊരു ഐഡിയ ആണ്, നമ്മുടെ ഈ ഓഷോന്റെ ഒക്കെ പോലെ ഒരു സ്പിരിച്വൽ ഐഡിയ. അപ്പൊ ഇത് ആർട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പൊ ഇവര് ആർട്ടിസ്റ്റ് ആണ്, ഇവർക്ക് സ്റ്റുഡിയോ ഉണ്ട്, ഇവര് വരയ്ക്കും, പിന്നെ സൈക്കിളിലാണ് ട്രാവൽ ചെയ്യുന്നത്. അവര് ഭയങ്കര സുന്ദരിയാണ്. അപ്പൊ താങ്ക്സ്. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് 50 വയസ്സുണ്ട് ഇപ്പോൾ. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ പറയില്ല ഏജ് ഒന്നും അത്രയും ഉണ്ട്. പിന്നെ ഭയങ്കര അവര് സൗത്ത് ഇറ്റലി എന്നുള്ള ഒരാളാണ്. അപ്പോൾ ഇവര് മിക്സഡ് ആണ്, ഇവരുടെ ഡാഡിയും മമ്മിയൊക്കെ എന്തോ മിക്സഡ്. ഇറ്റാലിയൻസിന്റെ ഇടയിൽ അത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവരും ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരുടെ ഒരു നെഫ്യൂ ട്രാൻസ് ആണ്. അപ്പോൾ പുള്ളിക്കാരിയും ഒരുപാട് ഈ അബ്യൂസ് ഒക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി ബൈസെക്ഷനുമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ അതുകൊണ്ടല്ല കേട്ടോ സ്നേഹിക്കുന്നത്, നീ അത് തെറ്റിദ്ധരിക്കരുത്, ബൈസെക്ഷൽ ആണല്ലോ അവര്. അപ്പോ നമുക്കൊക്കെ ഒരു ഫേവറിന് വേണ്ടിട്ട് അതൊക്കെ ചിലപ്പോ തോന്നാം. അപ്പൊ അതൊക്കെ എനിക്ക് എല്ലാ രീതിയിലും റോസ ഒരു കുറച്ചു നേരം സംസാരിക്കുമ്പോൾ നമ്മളെ ഒരു ഫാനാക്കി മാറ്റാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു ആള് എൻ്റെ ലൈഫിൽ വന്നു. പക്ഷെ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ശരിക്കും സൂയിസൈഡിലോട്ടൊന്നും പോവാതെ പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകണ്ടായിരുന്നു, സൂയിസൈഡ് ചെയ്യുമായിരുന്നു ഞാൻ. ഒരു സമയത്ത് എനിക്ക് എൻ്റെ കംപ്ലീറ്റ് എൻ്റെ ലൈഫ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതേ ഈ ദൈവം ഉണ്ട്. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ആ ദൈവത്തെ ഒന്നും തള്ളി പറയാത്തത്. ഞാൻ ഒരു സമയത്ത് ഭയങ്കര വിശ്വാസിയായിരുന്നു. ആ വിശ്വാസം, അന്നുണ്ടായിരുന്ന വിശ്വാസം ദൈവം കണക്കിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എല്ലാ കാലത്തും എൻ്റെ ലൈഫിലോട്ട് ആൾക്കാരെ ഇട്ട് വരും.
എന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഇതുവരെയ്ക്കും. ഇത് കാരണം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് കാരണം എനിക്ക് റിഗ്രറ്റ് ഇല്ല, കാരണം ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. സന്തോഷമുള്ള ഒരു സന്തോഷം, ഏറ്റവും സന്തോഷം എന്ന് നമുക്ക് തോന്നുന്ന ഒരു എന്ന് വാക്ക് കേൾക്കുമ്പോൾ, സന്തോഷം എന്ന് കേൾക്കുമ്പോൾ ഫാമിലിനെ എൻ്റെ ഞാൻ എപ്പോഴും ഫസ്റ്റ് അവരെയാണ് വെക്കുന്നത്, ഫാമിലിയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ അഡോപ്ഷൻ ഓഫർ വന്നപ്പോൾ പോലും അത് എനിക്കൊരു ഡൗട്ടും തോന്നില്ല. ഞാൻ തുറന്നു പറഞ്ഞു, അവർക്ക് എന്നോടുള്ള സ്നേഹം അതാണ്. ഇപ്പോഴും അവർക്ക് എന്നോടുള്ള ഇഷ്ടം എല്ലാം ഓപ്പൺ ആയിട്ട് ഞാൻ പറയും. എനിക്ക് തോന്നുന്ന ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം ഏറ്റവും ഏറ്റവും നന്നായി നമ്മളെ സന്തോഷിപ്പിച്ചൊരു ദിവസം എന്നോട് അമ്മ പറഞ്ഞു, അത് എന്നോട് പറഞ്ഞതല്ല, എൻ്റെ അമ്മയുടെ അനിയത്തി വിളിച്ച സമയത്ത് അമ്മ ഇങ്ങനെ ഫോണിൽ പറഞ്ഞത് കേട്ട ഒരു കാര്യം. അമ്മ പറഞ്ഞു, ശരിക്കും നമ്മൾ മുന്നേ ഇവനെ ചേർത്ത് നിർത്തേണ്ടായിരുന്നു, കാരണം അവൻ്റെ ലൈഫിൽ ഇപ്പോൾ വളരെ എക്സ്പ്ലോർ ചെയ്യുന്നതും സന്തോഷത്തോടെ ഇരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ഇപ്പോഴാണ്. അത് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നമായിരുന്നു. അതും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 9-ാം വയസ്സ് മുതൽ ജോലിക്ക് ഇറങ്ങി. കാരണം അമ്മയ്ക്ക് വേറെ രീതിയിൽ ഭയങ്കരമായിട്ട് ഹ്യൂമാനിറ്റി ഉണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഏരിയയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം എല്ലാ സാധാരണക്കാരുടെ ഇടയിലാണല്ലോ ഇവർ ജോലി ചെയ്യുന്നത്, കാണുന്നതൊക്കെ. അപ്പോൾ ഇവർ കുറച്ചും കൂടെ ലൈഫിനെ അങ്ങനെ, ഞാൻ എപ്പോഴും വിചാരിക്കും, ലോകമൊന്നും കണ്ടിട്ടില്ലാതെ ആ ഒരു നാട്ടിൽ മാത്രം ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ഉള്ള. അല്ല, ലോകം കാണേണ്ട കാര്യമില്ല. നമ്മളൊരു അടുത്ത് നിൽക്കുന്ന ഒരാളിനെ, അതെ, ടാഗോർ പറഞ്ഞ അടുത്ത് നിൽപ്പൂർ അവരെ നോക്കാൻ കക്ഷികളില്ലാത്തവർ രൂപനായ ഈശ്വരനെ എങ്ങനെ കാണുമെന്ന് പറഞ്ഞ പോലെ അതെനിക്ക് ഭയങ്കര ഒരു റെവലേഷനായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു ദിവസമാണ്. പിന്നെ എനിക്ക് തലമുടിയിൽ എണ്ണ തേച്ച് തരും, എൻ്റെ കാര്യങ്ങളൊക്കെ A to Z എല്ലാം ചെയ്യും. പിന്നെ ഒരിക്കലും അമ്മ ഈ പറഞ്ഞ പോലെ ആൾക്കാർ പറയുന്ന പോലെ എക്സാജറേറ്റഡ് ആയിട്ട് ഒന്നും കാണൂല. അമ്മയ്ക്കൊരു കൺട്രോൾ ഉണ്ട്. എന്നോട് ഒരിക്കലും ഇങ്ങനെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടൂല അങ്ങനെയൊക്കെ. കാരണം ഇവർക്കൊക്കെ കിട്ടിയിട്ടുള്ള സോഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അതാണ് ഞാൻ പറയുന്നത്, ഈ എലോൺ മസ്കും എൻ്റെ അമ്മയൊക്കെ തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. അവർ ഭയങ്കര എലീറ്റാണ്, പൈസ അവരെ കൺട്രോൾ ചെയ്യുന്നു. അത് കാരണമാണ് ഇവർക്ക് ഈ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇവള് എക്സ്ട്രെയിൻ ചെയ്യപ്പെടുന്നത്. വൈകാരികത യഥാർത്ഥ അർത്ഥത്തിൽ, വളരെ റിയൽ ആയിട്ടുള്ള അർത്ഥത്തിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നു. അത് ഈ വിശ്വാസികളുടെ വലിയൊരു ക്വാളിറ്റിയാണ്. ഈ ദൈവത്തിൽ വിശ്വാസമുള്ള ആൾക്കാർ, അത് ഏത് റിലീജിയൻ ആവട്ടെ, അവര് ഭയങ്കരമായിട്ട് കള്ളന്മാരുണ്ട്, പക്ഷെ അവര് ഈ ഒരു ക്വാളിറ്റി ഉണ്ട് അവർക്ക്. അവര് ആ ഒരു കാര്യം വെച്ചിട്ടെങ്കിലും അവര് സ്നേഹം ഒക്കെ ഫേക്ക്നെസ് കാണിക്കാതെ ഉണ്ട്. കള്ളന്മാരില്ലെന്നല്ല, പക്ഷെ കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. വിശ്വാസികളുടെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷെ അത് കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. സത്യത്തിൽ എനിക്ക് ഇന്നോളം ചെയ്ത ഇൻ്റർവ്യൂവിൽ ഏറ്റവും പേഴ്സണലി ഫേവറേറ്റ്, എന്നെ അത്രത്തോളം ഇമോഷണലി കൂടെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. വളരെയധികം നന്ദി. താങ്ക് യു.